തൃശൂരിൽ പുലിക്കളിയുടെ ആവേശം കൂട്ടുന്നതിനായി തൃശൂർ എടുത്ത സുരേഷ് ഗോപിയും ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയും മേയർക്കും മന്ത്രിക്കും ഒപ്പം ഇപ്പോൾ സെന്റർ സ്റ്റേജിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തൃശൂർ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പുലിക്കളിക്ക് സുരേഷ് ഗോപി വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടി എത്തിയിരിക്കുന്നു. സമ്മാന വിതരണം പൂർത്തിയാവുന്നത് വരെ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയത്. മേയർക്കും കളക്ടർക്കും മന്ത്രി ആർ ബിന്ദുവിനും ഒപ്പമാണ് ഇപ്പോൾ വേദിയിൽ സുരേഷ് ഗോപി ഉള്ളത്. പുലിക്കളിയുടെ ആവേശം നോക്കൂ. നടുവിലാലിൽ ഇപ്പോൾ പുലികൾ അവിടെ ഇറങ്ങുന്നു. ഇവിടെ സുരേഷ് ഗോപിയെ കാണുന്നതിനായിട്ടുള്ള ആവേശം അങ്ങനെ പൂർണ്ണമായും ഒരു ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 ദേശങ്ങളുടെ ആദ്യം കടന്നുപോയത് സീതാറാമിൽ ദേശമാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത ദേശം കടന്നുപോയത്. അടുത്തതായി വന്നത് കാനാട്ടുകരയാണ്. കാനാട്ടുകര ദേശമാണ് ആനയെ ഇറക്കിയത്. പുലിക്കളിയിൽ ആനയ്ക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചവരോട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അതിജീവിതർക്കൊപ്പമുള്ള പുലിക്കളിയാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാനാട്ടുകര ദേശത്തിന്റെ പുലിക്കളി കടന്നുപോയി. അതിന് പിന്നാലെയാണ് ശങ്കരൻകുളങ്ങര ദേശം കടന്നുപോയത്. ഈ പോയ ദേശങ്ങളിൽ ഏറ്റവും ഗംഭീരം ഏതായിരുന്നു? കാനാട്ടുകരയാണ് തീം കൊണ്ട്, അതായത് പ്രമേയം കൊണ്ട് മുന്നിൽ നിന്നത് കാനാട്ടുകരയാണ് എന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട്. ഓരോ ദേശവും അതിന്റെ പകിട്ട് കൂട്ടി തന്നെയാണ് ഇത്തവണ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് കാണികളിലേക്ക് ദൃശ്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ ചാവോളപ്പിൽ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപി തൃശൂർ എടുത്തതിന് ശേഷം ഈ പുലിക്കളിയുടെ മുഖ്യ സംഘാടകനായി കൂടി മാറുകയാണ് ഇത്തവണ. തീർച്ചയായും സുജയ പാർവതി, ഇത്തവണ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഇത്തവണ പുലികളി കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹം പുലികളി സംഘങ്ങൾക്ക് സഹായം നൽകിയിരുന്നു. ഇത്തവണ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ സംഘത്തിനും നമുക്കിന്ന് മനസ്സിലാവുന്ന ഓരോ സംഘത്തിനും 50,000 രൂപ വീതം നൽകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഫണ്ടാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയിൽ. ഏതായാലും കഴിഞ്ഞ തവണ MP അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം അന്ന് സുരേഷ് ഗോപി എത്തി പുലിക്കളി സംഘങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഇനി കൂടുതൽ ഗുണകരമായ രീതിയിൽ അല്ലെ കൂടുതൽ ഭംഗിയായി നടത്താൻ വേണ്ട ഒരു ഇവിടെ പുലിക്കളി കാണാനുള്ള ആവേശത്തിനൊപ്പം തന്നെ ഇവിടെ ആളുകളുടെ ഒരു ആർപ്പുവിളിയുമുണ്ട്. ഇതവിടെ സുരേഷ് ഗോപിക്കുള്ള ആർപ്പുവിളിയാണോ? ഗോപി വന്നിങ്ങനെ ഇരിക്കുകയാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെയും മേയറുടെയും നടുവിൽ സുരേഷ് ഗോപി ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശം കൂട്ടാൻ സുരേഷ് ഗോപി കൂടി വന്നു. ഇനി അദ്ദേഹം 2 പുലിച്ചുവട് വെക്കുമോ എന്നത് കൂടിയാണ് അറിയേണ്ടത്. നേരത്തെ മന്ത്രി നമ്മളെ ചുവട് വെച്ച് കാണിച്ചു. ഇനി കേന്ദ്രമന്ത്രിയുടെ 2 ചുവട് പ്രതീക്ഷിക്കാമോ? കൈകൊണ്ട് കാണിച്ചാൽ മതി. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉറപ്പാണ് കേന്ദ്രമന്ത്രിയുടെ പുലിച്ചുവടുകൾ ഉണ്ടാകും ഇത്തവണ എന്ന്. ഇനിയിപ്പോൾ തീരാറാകുമ്പോഴേക്ക് ഇവിടെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകും നമ്മൾ. അങ്ങനെ ജെയ്സൺ, ഞങ്ങൾ ഇവിടെ പൂർണ്ണമായും എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ്. അവിടെ എങ്ങനെയുണ്ട് ആവേശം ഇപ്പോൾ? ഇവിടെ ജനസമുദ്രമാണ് സുജയ. സത്യത്തിൽ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ തന്നെ സംഘാടകരും പാടുപെടുകയാണ്. കാരണം സ്വരാജ് റൗണ്ടിന്റെ 2 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രധാന വീതിയിലേക്ക് തള്ളിക്കയറി നിൽക്കുന്നത് പുലികളി സംഘങ്ങൾ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. സംഘാടകരേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഇല്ലാത്ത രീതിയിലുള്ള കൂട്ടം ഇത്തവണ പുലികളിക്ക് എത്തി എന്നതാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ പുലികളി ഉണ്ടാകില്ല എന്ന ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കെല്ലാം വിരാമമാകാൻ, ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഒരു ആഘോഷങ്ങളും ഒഴിവാക്കേണ്ടതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തൃശ്ശൂരിന്റെ സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആൾക്കൂട്ടം. അത്രയേറെ ആൾക്കൂട്ടമാണ് സ്വരാജ് റൗണ്ടിന്റെ ചുറ്റും ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ സ്വരാജ് റൗണ്ടിന്റെ ഈ രാജവീതിയുടെ ഒരു വശം പോലും ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ ജനക്കൂട്ടമാണ് സ്വരാജ് റൗണ്ടിന്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ ഏറെ പണിപ്പെടുന്നുണ്ട് പോലീസും അതുപോലെ തന്നെ സംഘാടകരും. അത്രയേറെ ജനക്കൂട്ടം എത്തിച്ചേർന്നത് തൃശ്ശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന, സാംസ്കാരിക തനിമ നിലനിർത്തുന്ന, കലാ തനിമ നിലനിർത്തുന്ന തൃശ്ശൂരിന്റെ മാത്രമായ പുലികളി കാണാൻ ഇപ്പോൾ സായന്തനത്തിൽ ഏതാണ്ട് ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ആ ഇരുട്ട് വീഴുമ്പോൾ പുലികൾ, ദേഹത്ത് സ്വർണ്ണച്ചായം തേച്ച പുലികൾ
അരമണികിലേക്ക് പുലികൾ സ്വർണത്തിൽ മുങ്ങി നിൽക്കുന്ന അതേ ഭാവത്തോടെ പുലികൾ തുള്ളിച്ചാടുകയാണ്. മേളത്തിനൊത്ത് താളം പിടിക്കുന്നു. അതിസുന്ദരമായ കാഴ്ച. ഒരു സായന്തനത്തെ എത്രയേറെ സുന്ദരമാക്കാമെന്ന് തൃശ്ശൂർ കാണിച്ചു നൽകുന്നു. തൃശ്ശൂരിലെ പുലിക്കളി കാണിച്ചു നൽകുന്നു. ഏറ്റവും സുന്ദരമായി ചുവട് വെച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഏറ്റവും സുന്ദരമായ മേളം, ഏറ്റവും സുന്ദരമായ ചുവട് വെച്ച് അത്രയേറെ സന്തോഷത്തോടെ ആയിരക്കണക്കിന് ചുറ്റും തടിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് പേരെ സന്തോഷത്തിലാഴ്ത്തുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പ് വെറുതെയായില്ലെന്ന്, കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ് വെറുതെയായില്ലെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുന്ന അതിസുന്ദരമായ പുലികൾ.